നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എഴുത്തച്ഛൻ രചിച്ച മഹാഭാരതം കിളിപ്പാട്ടിലെ ഒരു ഭാഗമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കവിതയുടെ ആശയം വിശദീകരിച്ചിരുന്നു. എല്ലാവരും ആ ക്ലാസ് കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. പഞ്ചവർണ്ണ കിളിയെ സന്തുഷ്ടയാക്കുവാൻ കവി കാഴ്ചവെക്കുന്നത് മലയാളിയുടെ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ തന്നെയാണ്. കുറുക്കിക്കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരുമ്മിയുടച്ച് തേനും ചേർത്ത് വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അതിൽ നിന്ന് ഏതു വേണമെങ്കിലും എടുത്ത് കഴിക്കാം എന്നാണ് കവി കിളിയോട് പറയുന്നത്. ദാഹമകറ്റാനായി നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭീകരമായ യുദ്ധവർണ്ണനയ്ക്ക് മുന്നോടിയായി കവി ഇത്തരമൊരു വിഭവ വർണ്ണന നടത്തിയത് ഒരു മുന്നറിയിപ്പായാണ്. നാവിൽ കൊതിയൂറുന്ന വിഭവം സ്വീകരിച്ച് സന്തുഷ്ടമായ ജീവിതം നയിക്കേണ്ടതിന് പകരം സർവനാശത്തിന് കാരണമായ യുദ്ധമാത്സര്യങ്ങളിൽപ്പെട്ട് നശിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വേവലാതി കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മഹാഭാരതത്തിലെ ഏറ്റവും തേജസ്സുറ്റ കഥാപാത്രമാണ് കർണൻ. അസാധാരണമായ ധീരതയും സഹനശക്തിയും ദാനധർമ്മശീലവും പൗരുഷവും ഒത്തുചേർന്ന മറ്റൊരു കഥാപാത്രം മഹാഭാരതത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന നിലപാട് കർണൻ്റെ ആദർശനിഷ്ഠമായ വ്യക്തിത്വത്തിൻ്റെ നേർക്കാഴ്ചയാണ്. വർത്തമാനകാല സമൂഹത്തിൽ ഇത്തരം ആദർശനിഷ്ഠയുള്ളവർ ചുരുക്കമാണ്. കർണസുഖമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രിയം നേടുന്ന സമൂഹത്തിലെ ചില ആളുകളെ വ്യംഗ്യമായി കവി ഇവിടെ വിമർശിക്കുന്നു. അധികാരത്തിനു വേണ്ടിയുള്ള കലഹം, സ്ഥാനമാനങ്ങൾക്കായി വ്യക്തിത്വം ബലികഴിക്കുന്ന അവസ്ഥ എന്നിവ വർത്തമാനകാലത്ത് നിലനിൽക്കുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ട് നടക്കുന്നിതു ചിലർ എന്ന ജ്ഞാനപ്പാനയിലെ പൂന്താനത്തിൻ്റെ വരികൾ വർത്തമാനകാല സമൂഹത്തിന് ഏറെ യോജിക്കുന്നു. പ്രലോഭനങ്ങളിൽ വീഴാത്ത, ഏത് സാഹചര്യത്തിലും ആത്മാഭിമാനം പണയപ്പെടുത്താത്ത ആദർശനിഷ്ഠയാണ് വ്യക്തികളെ അനശ്വരരാക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറക നീ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്കപ്പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നതെന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഇരുചെവികളും കുളിർപ്പിക്കുന്ന വിധത്തിൽ മധുരമായി കഥ പറയാൻ പഞ്ചവർണ്ണക്കിളിയോട് കവി പറയുമ്പോൾ തൻ്റെ മാത്രമല്ല മാനവരാശിയുടെ മുഴുവൻ കാതും കരളും കുളിരണിയണമെന്ന ആഗ്രഹവും അതിലുണ്ട്. കർണന് കർണസുഖമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്ന് പ്രസ്താവിക്കുക വഴി കർണസുഖമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രിയം നേടുന്ന സമൂഹത്തിലെ ചില വ്യക്തികളെ കവി വിമർശിക്കുകയാണ്. ആദ്യ സന്ദർഭത്തിൽ മഹത്തായ ഇതിഹാസകഥ പഞ്ചവർണ്ണക്കിളിയുടെ മധുരമായ സ്വരത്തിൽ കേൾക്കുമ്പോൾ കാതിന് ഇമ്പവും മനസ്സിന് കുളിരും പകരുന്ന അനുഭൂതിയായി മാറുന്നു. പൊള്ളയായ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ കാതും മനസ്സും കുളിർപ്പിക്കുക എന്നത് വ്യക്തിത്വമില്ലായ്മയാണ്. ആത്മാർത്ഥതയോ ആദർശമോ ഇല്ലാത്ത അത്തരം കാര്യങ്ങൾ പറയാൻ തനിക്കാവില്ല എന്നത് കർണൻ്റെ ആദർശനിഷ്ഠയെ സൂചിപ്പിക്കുന്നു.
രണ്ട് പ്രയോഗങ്ങളും ഒരേ അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും സന്ദർഭത്തിലെ വ്യത്യസ്തത കാവ്യത്തിന് മിഴിവേകുന്നു. 4-ാമത്തെ ചോദ്യം. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ലയെന്നു വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം, കുഞ്ചൻ നമ്പ്യാർ. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ, എഴുത്തച്ഛൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. കല്യാണ സൗഗന്ധികം തുള്ളലിൽ ആദ്യ ഭാഗത്ത് കാണുന്ന ദേവതാസ്തുതിയിൽ ഉൾപ്പെട്ട വരികളാണ് ആദ്യത്തേത്. ഏതു കാര്യവും അധികമായാൽ ആപത്തുളവാകും എന്ന സൂചനയാണ് വരികളിലുള്ളത്. തുള്ളൽ അവതരണത്തിലും രചനയിലും പാലിക്കേണ്ട സൂക്ഷ്മത ഇതിൽ കാണാം. മഹത്തായ ഇതിഹാസത്തെ വിസ്തരിച്ചു പറയാനായില്ലെങ്കിലും സാരാംശം കാച്ചിക്കുറുക്കി കനക്കെ പറയാം എന്നാണ് പൈങ്കിളി കവിയോട് പറയുന്നത്. ബൃഹത്തായ വ്യാസഭാരതത്തെ ഇത്ര ചെറിയ ചിമിഴിൽ ഇത്ര ഹൃദയഹാരിയാം വിധം ഉൾക്കൊള്ളിക്കുവാൻ എഴുത്തച്ഛനെ കഴിയൂ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയും കാവ്യഭാഷയുടെ ഔചിത്യവും രണ്ട് കാവ്യസന്ദർഭങ്ങളിലും കാണാം. ഗഹനമായ ആശയങ്ങൾ ചിരപരിചിതങ്ങളായ ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഏത് ജനവിഭാഗത്തിനും ആസ്വാദ്യകരമായി മാറുന്നു. ഇനി അവസാനത്തെ ചോദ്യം. കർണനാമംഗനരാധിപനെന്നുടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ കുണ്ടലമറ്റതാ വേറെ കിടക്കുന്നു ഖണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു. വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നെ വില്ലതാ വേറെ കിടക്കുന്നതീശ്വര. കണ്ടാൽ മനോഹരനാം അവൻ തന്നുടൽ കണ്ടാലു മൻപോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, സ്ത്രീപർവം. സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ ഉമ്പർക്കോൻ തന്നെ നന്ദനൻ വാരണവീരൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു നാലാമതാനതൻ വാലുമരിഞ്ഞിട്ടു കോലാഹലത്തോടു പോയിതു ബാണവും. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, ദ്രോണപർവം. മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ചർച്ച ചെയ്യുക. ഈ ചോദ്യത്തിന് കുട്ടികൾ കവിതയ്ക്ക് ഈണം കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്. അർത്ഥവും ഭാവവും നഷ്ടപ്പെട്ടു പോകാതെ ആസ്വദിച്ച് ചൊല്ലുന്നതിനാണ് അവിടെ പ്രാധാന്യം. അടുത്തത് വായിക്കാം. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതിയിലെ വർണ്ണനയുടെ സവിശേഷതകളെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു തലക്കെട്ട്, ശീർഷകം ആവശ്യമാണ്. ഖണ്ഡിക ഉണ്ടായിരിക്കണം, പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ആ ഖണ്ഡികയ്ക്ക് തീർച്ചയായും ഒരു ആമുഖം ഉണ്ടായിരിക്കണം. തുടർന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാത്ത തരത്തിലുള്ള വിവരണമാണ് വേണ്ടത്. അതിനനുസരിച്ചുള്ള പോയിന്റുകളാണ് തുടർന്നുള്ള പാരഗ്രാഫുകളിൽ വേണ്ടത്. ഏറ്റവും ഒടുവിലായി ഉപന്യാസം ഉപസംഹരിക്കണം, അതായത് കൺക്ലൂഡ് ചെയ്യണം. ഈ ഉപന്യാസം തയ്യാറാക്കുന്നതിനാവശ്യമായ ചില സൂചനകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാർക്കിനനുസരിച്ച് നിങ്ങൾ പോയിന്റുകളെ അല്ലെങ്കിൽ ആ സൂചകങ്ങളെ വിശദീകരിക്കുകയോ കൂടുതൽ ഉദാഹരണങ്ങൾ കൊണ്ട് അതിന് കൂടുതൽ മികവ് വരുത്തുകയോ ചെയ്യാവുന്നതാണ്. ബൃഹത്തായ വ്യാസഭാരതത്തെ ചെറിയൊരു ചിമിഴിൽ ഹൃദയഹാരിയാം വിധം ഉൾക്കൊള്ളിക്കുവാൻ കഴിഞ്ഞ എഴുത്തച്ഛൻ കേവല വിവർത്തകനല്ല. കഥാശില്പം തയ്യാറാക്കുന്ന വിഷയത്തിൽ പാണ്ഡിത്യവും വിവേകവും പ്രതിഭയും പ്രകടിപ്പിച്ച ഒരു മഹാകവിയാണ്. യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്ന കർണനെയും മറ്റും കാണാൻ ഗാന്ധാരി എത്തുന്ന സന്ദർഭമാണ് മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീപർവത്തിലെ ആശയം. കുണ്ടലമറ്റ കർണൻ്റെ മുഖം, ജീവൻ പോയിട്ടും തിളങ്ങുന്ന കവിൾത്തടം, വേറിട്ട് കിടക്കുന്ന വില്ല്, നായും നരികളും കടിച്ചു വലിക്കുന്ന ശരീരം
തുടങ്ങിയ സൂക്ഷ്മ വർണ്ണനയിലൂടെ യുദ്ധത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത തന്നെയാണ് ദ്രോണപർവത്തിലും വിവരിക്കുന്നത്. അർജുനൻ തൊടുത്തുവിട്ട ഒരു അസ്ത്രം ആനയുടെ തലയറുത്തു, ഭഗദത്തൻ്റെ വില്ലറുത്തു, ഭഗദത്തൻ്റെ തലയുമറുത്തു, നാലാമതായി ആനയുടെ വാലുമരിഞ്ഞു എന്ന പ്രയോഗങ്ങൾ വായനക്കാരുടെ മനസ്സിൽ വാങ്മയ ചിത്രങ്ങളുടെ മായാജാലം സൃഷ്ടിക്കുന്നു. യുദ്ധം കൺമുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കാനുള്ള വർണ്ണനാ സാമർഥ്യം എഴുത്തച്ഛനുണ്ട്. യുദ്ധരംഗം വർണ്ണിക്കുമ്പോൾ ഭാഷ ചടുലവും, ഭക്തിവർണ്ണനയിൽ ഭാഷ സരളവും, തത്വോപദേശം ചെയ്യുമ്പോൾ ഗഹനവുമായി മാറുന്നു. ഇത്തരത്തിൽ സന്ദർഭത്തിന് അനുയോജ്യമായ ഭാഷയും സംഭവ വിവരണങ്ങളുടെ സൂക്ഷ്മമായ വർണ്ണനയും വാങ്മയ ചിത്രങ്ങളും എഴുത്തച്ഛൻ കൃതികളിലെ സവിശേഷതകളാണ്. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.